ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജോയ്സ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ റീല്, നമ്മുടെ ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ പുതിയ റീലെടുത്തു. അപ്പോൾ ആ റീലിൻ്റെ വിശേഷം, ആദ്യം ആ റീല് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എടുക്കുക. ഇപ്പോൾ വന്നതേ ഉള്ളൂ. നമ്മൾ വന്ന സാധനം എടുക്കുക. സാധാരണയൊക്കെ നമ്മൾ നമ്മുടെ സോപ്പ് ഇരിക്കുന്ന ഏതെങ്കിലും റീലായിരുന്നു എടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിപ്പോഴ് ഓർഡർ ചെയ്ത് വരുത്തിയത്, കാരണം ഇതൊരു ഇച്ചിരി പ്രീമിയം റീലാണ്. ഇത് പ്രീമിയം റീലായതുകൊണ്ട് നമ്മളിത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഏത് റീലാണ് എന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ഒരുപാട് നാളത്തെ ഡ്രീമാണ്. ഇന്നോ ഇന്നലത്തെ അല്ല, ഫിഷിങ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഉള്ള ഡ്രീമാണ്. അത് ഇപ്പം നമ്മൾ നിലവിൽ സാധിച്ചു വരുന്നു. കണ്ട, ബോക്സ് കണ്ടിട്ട് മനസ്സിലാകും. ഡൈവേയുടെ റീലാണ് ഇത്. BG മാക്സീൽഡിൻ്റെ റീലാണ്. 3000 സീരീസാണ്. നമുക്ക് ഫ്രഷ് വാട്ടർ ഫിഷിങ്ങും അത്യാവശ്യം സാൾട്ട് വാട്ടറിലും, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാൾട്ട് വാട്ടറിൽ പോകാറില്ല. നമ്മൾ കൂടുതലും ഫ്രഷ് വാട്ടറിലാണ് ഫിഷിങ് ചെയ്യുന്നത്. കണ്ടോ, BGയുടെ റീല് വന്ന്. അപ്പം നമുക്ക് ഇതെന്ന് പറയാൻ നമ്മുടെ ഡ്രീം എന്നൊക്കെ പറയാം. ആ ഡ്രീമാണ് ഇത്. അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡാണ്. നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡിലോട്ട് ഇത് ഹാൻഡിൽ അറ്റാച്ച് ചെയ്യണം. 3000 സീരീസ് മതി. അതിനകത്തൊരു 200 മീറ്ററിനടുത്തതിലൊക്കെ 100 കയറും. അങ്ങനെയുള്ള ഒരു നല്ല ക്വാളിറ്റി റീലാണ് ഇത്. എന്നിട്ട് മാക്സീൽഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ അകത്തോട്ട് കയറത്തില്ല. അതുപോലെ സാൾട്ട് വാട്ടറിൽ കളിക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഇത് വെള്ളം അകത്ത് കയറാത്ത ഒരു മെക്കാനിസം, ഒരു വാട്ടർ സീലിംഗ് ടെക്നോളജി ഇതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ. പിന്നെ നമുക്ക് ഒത്തിരി വലുപ്പം വേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് 3000 എടുത്തത്. നമുക്ക് 4000 ആവശ്യം നിലവിൽ ആവശ്യമില്ല. കാരണം നമുക്ക് 3000 മതി. ഒരു സെഡോണയുടെ അതേ വലിപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു, ഇത് BGയുടെ LT സീരീസാണ്. ആ LT സീരീസിൻ്റെ അതേ വലിപ്പത്തിനകത്ത് നമുക്ക് കിട്ടും. പക്ഷേ ഫുള്ളി മെറ്റൽ വരുന്ന ഒരു അടിപൊളി ഒരു കിടക്കാച്ചി റീലാണ്. അപ്പോൾ ഈ റീലിനെ പറ്റിയുള്ള കൂടുതൽ സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഓൾ വേൾഡ് ഏറ്റവും കൂടുതലും ആംഗ്ലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡൈവ BG. അപ്പം നമുക്കൊരു 4000 സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുപ്പം വരും. നമുക്ക് സാൾട്ട് വാട്ടർ അല്ല പർപ്പസ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ 3000 കയറിയത്. നമുക്കിപ്പം ഫ്രഷ് വാട്ടറിനകത്താണ് അത്യാവശ്യം വലിയ വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാസ്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാ പർപ്പസും നടക്കണം എന്നുള്ളൊരു രീതിയിലെടുക്കുക. ഓക്കെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഫ്യൂച്ചറിൽ ഞാനിത് ഇളക്കി കാണിച്ചു തരാം. കാരണം നമുക്ക് നിലവിൽ പുതിയ റീലായതുകൊണ്ട് ഇളക്കി കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനിത് ഇളക്കി ഇതിനകത്ത് സാധനങ്ങളും എൻ്റെ സീലിംഗ് ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പുറകിന് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ കാണിച്ചല്ലോ, ഇത് ത്രെഡ് ഹാൻഡിലാണ്, ത്രെഡ് ടൈപ്പ് ഹാൻഡിലാണ്. അത് ത്രെഡ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കറക്കി കഴിയുമ്പം ടൈറ്റ് ആകും. അത്രയേ ഉള്ളൂ അതിൻ്റെ ഹാൻഡിലിൻ്റെ സിസ്റ്റം. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. ഇതിൻ്റെ കാര്യങ്ങൾ സ്പെസിഫിക്കേഷനൊക്കെ ഒരുപാടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും പറയാനൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട്. നമ്മുടെ അല്ല, യൂട്യൂബിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. നമ്മളപ്പം നമ്മുടെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. ഡൈവ BG മാക്സീൽഡ് അറൗണ്ട് 10,000 മുകളിൽ വില വരുന്നുണ്ട്. ആക്ച്വൽ പ്രൈസ് ഞാൻ പറയുന്നില്ല. 10,000 മേളിൽ ഇതിന് വില വരുന്നുള്ള ഒരു റീലാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള ഫിഷിംഗ് മുഴുവനും നമ്മൾ ഇവനെ വെച്ചായിരിക്കും കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനകത്ത് ഒന്ന് സബ്സ്ക്രൈബറായിട്ട് നിന്നാൽ നിങ്ങൾക്ക് കുറച്ച് പ്രയോജനങ്ങൾ, അത്യാവശ്യം ചില്ലറ റീലുകളും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാനുള്ള നോളജ് കിട്ടും. പിന്നെ നമ്മുടെ ഫിഷിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിഷിംഗ് വീഡിയോസൊക്കെ കാണാം. അത്രയേ ഉള്ളൂ. അപ്പം എനിവേ, താങ്ക് യു.